ജെയ്സൺ. ഗുഡ് മോർണിംഗ് ജെയ്സൺ. എന്തായിരുന്നു ഇന്നലെ രാത്രിയിലെ തൃശ്ശൂരിലെ മഴയുടെ അവസ്ഥ? ഇന്നും കനത്ത മഴയാണ്, അതിതീവ്ര മഴയാണ്, റെഡ് അലേർട്ടാണ് തൃശ്ശൂരിലുള്ളത്. എന്തൊക്കെയാണ് മഴയുടെ വിശേഷങ്ങൾ ജെയ്സൺ? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. കനത്ത മഴയാണ്, ഇടവിട്ട് പെയ്യുന്ന അതിശക്തമായ മഴ ആളുകളെ വല്ലാതെ അസ്വസ്ഥമാക്കുന്നുണ്ട്. മാത്രമല്ല പലയിടങ്ങളിലും വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. മുല്ലശ്ശേരി, ഏനമാവ് ഭാഗങ്ങളിലെല്ലാം തന്നെ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ അതിരപ്പള്ളി, വാഴച്ചാൽ മേഖലകളിലും അതിജാഗ്രതാ നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ട്. ഈ മേഖലയിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കണമെന്ന കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വലിയ രീതിയിൽ മരം വീഴാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇന്നും കൂടി അതീവ നിർണായകമാണെന്ന് അല്പം മുമ്പ് മന്ത്രി കെ രാജനുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കി. ഇന്ന് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒരുപക്ഷെ ഇന്ന് മുഴുവൻ മഴ തുടർന്നു നിന്നാൽ ആളുകളെ കൂടുതൽ മാറ്റിപ്പാർപ്പിക്കേണ്ട സ്ഥിതിയുണ്ടാകും. ഔദ്യോഗിക കണക്ക് പ്രകാരം 16 വീടുകൾ ഭാഗികമായും 2 വീടുകൾ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്, മരങ്ങളും മറ്റും വീണ്. ഇത്തരത്തിൽ അതീവ ജാഗ്രതയോടുകൂടി തന്നെയാണ് തൃശ്ശൂർ ജില്ല മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ദേശീയപാതയിൽ വലിയ രീതിയിലുള്ള ഗതാഗതക്കുരുക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ നാളുകളിലൊക്കെ തന്നെ ഗതാഗതക്കുരുക്കുണ്ട്. അതോടൊപ്പം തന്നെ മഴ കനത്തതോടുകൂടി വാഹനങ്ങൾ തീരെ മുന്നോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ മണ്ണുത്തി, എടപ്പള്ളിയും അതുപോലെ തന്നെ കുന്നംകുള ഭാഗം തുടങ്ങിയ എല്ലാ മേഖലകളിലും വൻ ഗതാഗതക്കുരുക്കാണുള്ളത്. മഴ അതിശക്തമാണ്. അതിന് അധികം ആരും പുറത്തിറങ്ങരുതെന്ന നിർദ്ദേശം കൂടി ഇപ്പോൾ നൽകിയിട്ടുണ്ട്. ഇനിയും ശക്തിപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം നൽകുന്ന നിർദ്ദേശങ്ങളിൽ നമുക്ക് മനസ്സിലാകുന്നത്. സുരക്ഷിതമായി റിപ്പോർട്ട് ചെയ്യുക തൃശ്ശൂരിൽ നിന്ന്. ഇടുക്കിയിൽ നല്ല കാറ്റാണ് ഇപ്പോൾ വീശിക്കൊണ്ടിരിക്കുന്നത്. രാഹുൽ സുരേഷ് ചേരുന്നുണ്ട് ഇടുക്കിയിൽ നിന്ന്. ഇടുക്കിയിൽ ഇന്നലെ രാത്രിയിലും കനത്ത മഴയായിരുന്നു, വ്യാപക മഴയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. രാഹുൽ, ഗുഡ് മോർണിംഗ് രാഹുൽ. എന്താണ് ഇടുക്കിയിലെ വിശേഷങ്ങൾ? കാറ്റ് വീശുന്നുണ്ടോ? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ശക്തമായ കാറ്റും മഴയും ഇടവിട്ട് തുടരുകയാണ്. നമ്മളിപ്പോൾ ഉള്ളത് കല്ലാർകുട്ടിയിലാണ്. കല്ലാർകുട്ടി ഡാമിന്റെ ഷട്ടറുകൾ ഇന്നലെ രാവിലെ മുതൽ ഉയർത്തിയിരിക്കുകയാണ്. അതിന്റെ ഭാഗമായുള്ള വെള്ളമാണ് ഈ കാണുന്നത്. ഇതിൽ പെരിയാറിന്റെ തീരത്തുള്ളവരും മുതിരപ്പുഴയുടെ തീരത്തുള്ള ആളുകളും കനത്ത ജാഗ്രത പാലിക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. ജില്ലയിൽ ഇന്ന് റെഡ് അലേർട്ടാണ്. സ്കൂൾ കോളേജുകൾക്ക് അവധിയാണ്. അവധിക്കാല ക്ലാസുകൾ നടത്തുന്ന സ്കൂളുകളും അതോടൊപ്പം തന്നെ പ്രൊഫഷണൽ കോളേജുകളും ഉൾപ്പെടെ ഇന്ന് പ്രവർത്തിക്കാൻ പാടില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഇന്ന് രാവിലെ 10 മണിക്ക് മന്ത്രി റോഷി അഗസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു അവലോകന യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഓൺലൈനായിട്ടായിരിക്കും യോഗം ചേരാൻ പോകുന്നത്. ജില്ലയിലെ മുഴുവൻ വകുപ്പ് മേധാവികളും ഈ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി ഉണ്ടായ ശക്തമായ മഴയെ തുടർന്ന് വിവിധയിടങ്ങളിൽ മരം വീഴുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ചീയപ്പാറയിൽ 4 ഇടങ്ങളിലാണ് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടത്. ഏതാണ്ട് 2 മണിക്കൂറിലധികം ആളുകൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന ഒരു വാർത്ത കല്ലാറിൽ നിന്നുമാണ്. കല്ലാറിൽ മരം വീണതിനെ തുടർന്നും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. എന്നാണെങ്കിലും റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ശക്തമായ മഴ ഇന്നും തുടരുമെന്ന ഒരു നിഗമനത്തിലാണ് ജില്ലാ ഭരണകൂടം. രാഹുൽ, സുരക്ഷിതമായി തന്നെ റിപ്പോർട്ട് ചെയ്യുക. പോകുന്ന വഴിയിലൊക്കെ നോക്കണം. മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്, മരം വീഴാനുള്ള സാധ്യതയുണ്ട്. സുരക്ഷിതമായി റിപ്പോർട്ട് ചെയ്യുക. രാഹുൽ സുരേഷ് ആണ് നമുക്കൊപ്പം ചേർന്നത് ഇടുക്കിയിൽ നിന്ന്. കോട്ടയത്തേക്ക് നമുക്കൊന്ന് പോകാം. കോട്ടയത്ത് ഞങ്ങളുടെ ഒരു പുതിയ കുടുംബാംഗം ഇന്ന് ജോയിൻ ചെയ്തിട്ടുണ്ട്. അഖിൽ കെ ആണ്. അഖിൽ, വെരി ഗുഡ് മോർണിംഗ് അഖിൽ. അഖിലിനെ ഞാൻ പിന്നീട് പരിചയപ്പെടുത്താം. വിശദമായി പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്തുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ എന്ന് എനിക്കറിയാം. മരം വീണ് ഏതോ ഒരു വീടിന്റെ മുന്നിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അഖിൽ. അഖിൽ, ഗുഡ് മോർണിംഗ് അഖിൽ. എന്താണ് കോട്ടയത്തെ അവസ്ഥ? ഡോക്ടർ അരുൺകുമാർ, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് പനച്ചിക്കാട് ഗ്രീഷിന്റെ വീടിന് മുൻപിലാണ് എന്നുള്ളതാണ്. ഈ വീടിന്റെ മുകളിലേക്കാണ് ഇപ്പോൾ ഈ ഒരു തേക്ക് മരം ഇന്നലെ രാത്രിയിലാണ്. ഈ പ്രദേശത്തൊക്കെ തന്നെ ശക്തമായ കാറ്റായിരുന്നു ഇന്നലെയൊക്കെ വീശിയിരുന്നത്. മഴ അത്ര കനത്തിലില്ല എങ്കിലും പോലും കാറ്റ് ശക്തമായി വീശുന്നുണ്ട് എന്നുള്ളതാണ് കോട്ടയത്തിൽ പൊതുവായിട്ടുള്ള ഒരു ചിത്രം എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ശക്തമായ വീട്ടിലാണ് പലയിടങ്ങളിലും ഇത്തരത്തിൽ ഈ മരം വീഴുകയും വൈദ്യുതി ഏകദേശം 9 മണിക്കൂറിലധികമായി പനച്ചിക്കാടിലെ പല മേഖലയിലും വൈദ്യുതി മുടങ്ങിയിട്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ തന്നെയാണ് ഈ ഗ്രീഷിന്റെ വീട്ടിലേക്ക് ഇന്നലെ രാത്രി ശക്തമായ കാറ്റിൽ ഈ ഒരു തേക്ക് മരം കടപുഴകി വീഴുന്നൊരു സാഹചര്യം ഉണ്ടായത്. വീടിന്റെ ഒരു പിറകുവശത്തേക്ക് ചേർന്നാണ് ഈ ഒരു മരം കടപുഴകി വീടുന്നുള്ള. ഗിരീഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ടെന്നാണ്. ചേട്ടാ, ഇത് എപ്പോഴും ഇന്നലെ ഈ സംഭവം ഉണ്ടായി? രാത്രി 8:45, 9ഓളമായി. 9 മണിയോളമായി. അന്നേരം ഇടി വെട്ടുന്ന രീതിയിലായിരുന്നു. ഒച്ച കേട്ട് ഈ സാധനം മറിഞ്ഞ് വീടിന്റെ പുറത്തോട്ട് വീണത്. വീട്ടിന് ഉറങ്ങുമായിരുന്നു ഞങ്ങൾ ഭാര്യയും പിള്ളേരും TV കാണുമായിരുന്നു. ഞാൻ ഉറങ്ങുമായിരുന്നു. ഞാൻ കിടന്നായിരുന്നു. പെട്ടെന്ന് ഇത് വീഴുമ്പോൾ പെട്ടെന്നൊരു വീണി വന്ന് ഇടി വെട്ടുന്ന പോലെ ഒരു സംഭവം കേട്ടാണ് എഴുന്നേക്കുന്നതും എടുക്കുന്നതും ഒക്കെ. അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. വീട് പോയെന്നല്ല, അപകടങ്ങളൊന്നുമില്ല. അടുക്കള ഭാഗമാണ് പെരാട്ട് 2 മുറിയുടെ ഓടും പട്ടികയും ഒക്കെയാണ് പോയിരിക്കുന്നത്. മുറിയിലാണ് പോയിരിക്കുന്നത്. അത് രാത്രി ആയിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചാണ്. തന്നെയാണ് അരുൺകുമാർ പോലെ ഒരു തലനാരിഴയ്ക്ക് തന്നെയാണ് ഒരു അപകടം മാറിയത്. നമുക്ക് കുറച്ച് ഭാഗം ഒന്ന് പൊളിഞ്ഞു പോയി ഇല്ലേ അഖിൽ?
തീർച്ചയായും കുറച്ചു ഭാഗം പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതൊരു മുറിയുടെ, അതായത് ഇവർ കിടക്കുന്ന മുറിയുടെ മുകളിലേക്കാണ് ഈ മരം വീണത് എന്നാണ് അവർ പറയുന്നത്. സ്വാഭാവികമായും ഓട് വീടാണ്. അപ്പോൾ ഒരു ഉള്ളിൽ കിടക്കുകയായിരുന്നു. പക്ഷേ ഓട് വെക്ക വീട് അപകടങ്ങളിലേക്ക് പോകുമായിരുന്നു. മീനച്ചിലാറിലൊക്കെ ജലനിരപ്പ് എത്രത്തോളം ഉയർന്നു, ഇക്കാര്യങ്ങളൊക്കെ നമുക്ക് പ്രേക്ഷകരെ വരുന്ന മിനിറ്റുകളിൽ അറിയിക്കാം. അഖിലാണ് നമുക്കൊപ്പം ചേർന്നത്. അഖിൽ ഞങ്ങളുടെ കുടുംബത്തിലെ പുതിയ അംഗമാണ്.